ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിദ്യ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ ഒരു 10-12 കൊല്ലമായിട്ടുള്ളൊരു പട്ടുസാരി ഞാനിങ്ങ് അടിച്ച് മാറ്റിയിട്ടുണ്ട് ഒരു വിഷു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവറാണ് തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കുന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് എന്തോ പണി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൗണ്ടും കൂടെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കരമായ ഡിസ്റ്റർബൻസ് നിങ്ങൾക്കും വരും എനിക്കും വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ തരാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഫേസ് നല്ല രീതിക്ക് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് എൻ്റെ സ്ഥിരം പരിപാടി ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസറാണ്. പിന്നെ എനിക്കൊരു പിമ്പിൾ വന്നിട്ട് അതിൻ്റെ നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ ഈ മോയ്സ്ചറൈസറൊക്കെ അത്യാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞൊരു 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സൺസ്ക്രീൻ കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് അളവിനൊന്നും എടുക്കുന്നില്ല, കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, മൊത്തത്തിൽ 2 സ്റ്റെപ്പാണ് നമ്മൾ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റി. ഈ 2 സാധനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രൈമർ ഒന്ന് ആഡ് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചൂട് സമയമാണ്. പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ പ്രൈമർ ഒരു ബേസായിട്ട് ഇടുന്നത് ശരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. മേക്കപ്പ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് എവിടെയാണ് ഒരുപാട് ഓപ്പൺ പോർസ് ഉള്ളത്, ആ ചീക്സിൽ, ആ കവിളിൽ 2 സൈഡിലായിട്ട് എനിക്ക് അത്യാവശ്യം പോർസ് ഉണ്ട്. പിന്നെ എനിക്ക് നെറ്റിയുടെ അവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലേശം മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പ്രൈമർ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട സാധനമേ അല്ല. അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്കിൻ ടിൻറ്റ്. ഓക്കെ, ഫൗണ്ടേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, BB ക്രീം ഒന്നും പറയാൻ പറ്റത്തില്ല, രണ്ടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ സ്കിൻ ടിൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല, ഒരു 2 തവണ ഒന്ന് യൂസ് ചെയ്തെടുത്തൊരു സാധനമാണ് കേട്ടോ. അധികം ക്വാണ്ടിറ്റി എടുക്കുന്നില്ല. സോ എവിടേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഈവൻലി ഡോട്ടായിട്ടാണ് കേട്ടോ എപ്പോഴും അപ്ലൈ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളൂ, എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഡാബ് ചെയ്തൊക്കെ കൊടുത്തു. കൈ വിരൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്കിനി ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ മുഖം കുറച്ചും കൂടെ ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് അട്രാക്റ്റീവ് ആക്കാം എന്നതിന് ഉള്ളൊക്കെ ഒരു മാർഗം. നമുക്ക് ഒരുപാട് ആഡ് ഓൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു ടിൻറ്റ് ഒന്ന് സെറ്റായിട്ട് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പൗഡർ ഒന്ന് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ലൂസ് പൗഡർ ആയാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ അനുസരിച്ചൊരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ വിയർക്കുന്ന സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്താണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈവൻലി മൊത്തത്തിലും നിങ്ങൾ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് അതപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഒന്ന് ലോങ് ലാസ്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന സ്റ്റെപ്പുകളൊക്കെ എന്ന് വെച്ചാൽ, നമ്മുടെ മുഖം എങ്ങനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കാം, ഒരു ഫ്രഷ്നെസ് ഒക്കെ തോന്നിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് കേട്ടോ ബ്ലഷ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് ഒരു ചെറി കളറാണ്. ഇതൊരു എർത്ത് റിതം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാത്തൊരു ബ്ലഷാണ് കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ കവിളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, ചീക്ക് ബോൺസ് മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് നമുക്ക് സെറ്റാവും. കൈ ഉപയോഗിച്ചാകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് ഒരുപാട് സാഗ് ആകുന്ന പോലെ എനിക്ക് തോന്നി. അതോ ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വിരൽ ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കുന്ന പോലെ എനിക്ക്
തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് ഞാൻ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ നമ്മുടെ മുഖം അട്രാക്റ്റീവൊക്കെ ആക്കാൻ വേറെന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ കണ്ണെഴുതണം. എപ്പോഴും ട്രഡീഷണൽ ലുക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഭംഗി വരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണിലാണ് കേട്ടോ. കണ്ണെഴുതുന്നതിലും നമ്മൾ മസ്കാര ഇപ്പോൾ ആഡ് ചെയ്താൽ അതേപോലെ തന്നെ ഒരു ബോൾഡായിട്ട് രീതിയിൽ കാജലൊക്കെ എടുത്ത് അപ്ലൈ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ആദ്യമേ ഐലൈനർ എടുത്തിട്ട് മേളിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെ മേളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാജൽ സ്റ്റിക്ക് ഉപയോഗിച്ച് താഴെ വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാരയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. ഐ ഷാഡോയോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ കറണ്ട് പോയി ഗൈസ്. ആ സമയത്ത് കറക്റ്റ് തന്നെ കറണ്ട് പോയി. അപ്പോൾ 1 മിനിറ്റ് പോലും കറണ്ട് പോയാൽ അത്രയ്ക്ക് ചൂടാണ് വീട്ടിൽ. എനിക്കറിയാൻ പാടില്ല, ഭയങ്കര ചൂടാണ്. വീർത്ത് എന്തായാലും ഒലിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സാരിയും ഈ ഒരു മുഖത്ത് ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ദൈവമേ എന്താവുമെന്ന്. ഓക്കെ, എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്ഥിരം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഞാൻ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറും ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും ഏകദേശം ഒരു സെയിം കളറൊക്കെയാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കൈ വിരലും കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റിലാവാനൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കറണ്ട് വരുമോ വരത്തില്ലെന്ന്. പക്ഷേ കറണ്ട് അങ്ങനെ വന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഓക്കെ സെറ്റാവ്, തന്നെ എടുക്കണം, ഓക്കെ എന്തായാലും ഇരുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്, എല്ലായിടത്തും ചൂടാണെന്നറിയാം. ഞാൻ ഒന്നാമതേ റൂമെല്ലാം ക്ലോസ് ചെയ്തൊക്കെ ഇരിക്കുമ്പോഴത്തേന് എനിക്കൊന്നും കൂടെ ചൂട് കൂടാൻ തുടങ്ങി. എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും കറണ്ട് വന്നില്ല. എന്നാലും അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടുന്നതിന് മുന്നേ ഞാൻ സത്യത്തിൽ കാജൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കാജൽ താഴെ എഴുതി കൊടുത്തില്ല. കാരണം കറണ്ട് പോയ രീതിയിൽ ഞാൻ നേരെ വിട്ടുപോയി. അപ്പോൾ ഞാൻ കാജൽ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് ഗൈസ്. അത് സ്മഡ്ജ് പ്രൂഫാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാജലാണ്. കുറച്ച് നേരം ഇത് നിൽക്കും. ഐ തിങ്ക് മാക്സിമം ഒരു 3 to 4 hours എങ്കിലും ഇത് നിൽക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ കാജൽ താഴെ നല്ല ബോൾഡായിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. ഞാൻ വാട്ടർ ലൈൻ്റെ അകത്തും പുറത്ത് ലൈറ്റായിട്ടേ എഴുതുന്നുള്ളൂ. കാരണം ഈ ഒരു ലുക്കിന് എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ടുള്ളതേ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പം ഞാൻ അധികം ബോൾഡായിട്ട് എഴുതണമെന്ന് എനിക്ക് തോന്നിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന്. പക്ഷെ ബോൾഡായിട്ട് എഴുതിയാലും നല്ല ഭംഗിയായിരിക്കും ചില വലിയ കണ്ണൊക്കെ ഉള്ളവർക്കെ. പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ കണ്ണിന് ഞാൻ വിചാരിച്ചു ശരി ഒരുപാട് ബോൾഡായിട്ട് എഴുതേണ്ട, കുറച്ച് വാട്ടർ ലൈനിൽ കുറച്ച് എഴുതിയിട്ട് എഴുതി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കറണ്ട് വരുമോ വരത്തില്ലയോ എന്ന്. പക്ഷേ കറണ്ട് വന്നില്ല ഗൈസ്. കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ എൻഡ് ആയപ്പോഴത്തേന് മുടിയൊക്കെ കെട്ടുന്നതിന് മുന്നേ എങ്ങാണ്ടാന്ന് തോന്നുന്നു കറണ്ട് വന്നത്. അങ്ങനെ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒരു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വലിയ പൊട്ട് സത്യം പറഞ്ഞാൽ വലിയ പൊട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ
മെറൂൺ പൊട്ട് ഞാൻ ഒരുപാട് നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നുള്ളത് കറുത്ത വലിയ വട്ടപ്പൊട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചാൽ ഇതിൻ്റെ കൂടെ എന്തായാലും ചേരത്തില്ല എന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഐലൈനർ വെച്ചിട്ട് ഈ കുഞ്ഞിപ്പൊട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ജ്വല്ലറിയുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് എനിക്ക് നല്ല ത്വരയുണ്ടായിരുന്നു. ഒരു മാല ഒരു ഉണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ചേർന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ജിമിക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ജിമിക്ക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകിച്ച് ആക്സസറീസായിട്ട് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത്. ഈ ഒരു ജിമിക്കിയും പിന്നെ ഒരു വളയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റ് ഗോൾഡൻ ഒരു വളയാണ്, അതേ ഉള്ളൂ ആക്സസറീസായിട്ട്. ഗായ്സ്, അപ്പോൾ ഞാൻ വേറൊരു ജിമിക്ക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആദ്യം എടുത്ത് നമ്മുടെ ജിമിക്ക് തന്നെ നമ്മളെടുത്തു, ബാക്കി മറ്റേ നമ്മൾ തട്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗോൾഡൻ വള ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാലയായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ചോക്കർ പോലത്തെ ഒരു സംഭവം. പക്ഷേ എനിക്കത് ഇട്ടപ്പോഴത്തേ എനിക്കെന്തോ ഒരു രസം തോന്നിയില്ല. അപ്പം ഞാനത് മാറ്റി, അത് ഞാൻ ഇട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാരിയാണ്. ഒരു 10-12 കൊല്ലമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. സിൽക്കിൻ്റെ ആണ്. അപ്പോൾ എന്താ പറയുക, നശിച്ചു പോയിട്ടോ ഒന്നുമില്ല, നല്ല രീതിക്കാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിഷുവിൻ്റെയൊക്കെ ഇങ്ങനെ എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത്, എൻ്റെ ഈ സാരി തന്നെ നീ ഒന്ന് എടുത്ത് നോക്ക്, നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷുവിന് എല്ലാവരും സെറ്റ് സാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, സെറ്റ് സാരി എന്തോ എപ്പോഴും ഉടുക്കുന്നതൊക്കെ തന്നെയല്ലേ, നീ ഈ തവണ ഈ ഒരു സാരിയോട് എൻ്റെ ഈ സാരി തന്നെ ഉടുക്കുന്നതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ്, സെറ്റ് സാരി കൊടുത്ത് ഞാൻ ഒരെണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയുടെ സാരി എടുത്തു. അമ്മയുടെ ബ്ലൗസ് തന്നെ അമ്മ തന്നെ എനിക്ക് വണ്ണം എടുത്തിട്ട് അമ്മ തന്നെ എനിക്ക് ശരിയാക്കി തന്നു. ഓക്കെ, ഇനി മുടി കെട്ടുന്ന പരിപാടിയാണ് ഗൈസ്. എൻ്റെ പൊന്നേ, ഒരു ടാസ്ക്കായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഈ ഒരു മുടി അന്നത്തെ ദിവസം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഒതുങ്ങുന്നില്ല ഈ മുടി. എനിക്ക് കൈ അവസാനം കഴിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും ഇത്. അപ്പം മറ്റേ ഒരു സൈഡ് ഞാൻ ഇതേപോലെ കെട്ടി വെച്ചു. അപ്പം മറ്റേ സൈഡ് ശരിയാവുന്നേ ഇല്ല. അത് ഞാൻ വിചാരിച്ചു ശരി, ഈ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം, നടുക്കുന്ന് എടുക്കണ്ട, സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും സ്ലൈഡോ വല്ല വെച്ചൊന്ന് സെറ്റാക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ അത് നോർമലായിട്ട് ചെയ്തപ്പോഴത്തേനും ഞാൻ ആലോചിച്ചത് ഇതും ഈ സൈഡും ഇനി കുളമാവുമോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷേ അതും സെറ്റായി ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷമാണിത് സെറ്റായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നോർമലായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. മുടിയിൽ ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ 2 സൈഡും എടുത്തിട്ട് നമ്മൾ ഈ ചുരുട്ടി വെക്കില്ല, ട്വിസ്റ്റ് ചെയ്ത് വെക്കില്ല, അതുപോലെ എടുത്താൽ ചെയ്തിട്ടുള്ള. പിന്നെ കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള മൊത്തത്തിലുള്ള ലുക്കെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഗൈസ്, സാരി വെച്ചിട്ട് എൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഉടുത്ത് തന്നത് സ്വാഭാവികം, എൻ്റെ മാതാജി തന്നെയാണ്, എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല. ഓക്കെ. അപ്പോൾ കമ്മൽ മിനിമലായിട്ടുള്ളൊരു ജിമിക്കി തന്നെയാണ്, മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഒരുപാട് ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.